28 വയസ്സ് കഴിഞ്ഞിട്ട് 3 വർഷമായി എന്ന് വെച്ചാൽ 31 വയസ്സായി എന്ന്. പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മുഖം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മനസ്സിന് പ്രായമാവാത്തതുകൊണ്ട് മുഖത്തിന് പ്രായമാവുന്നത് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുഖത്തിൻ്റെ പ്രായം ഒന്ന് കുറച്ച് കൊണ്ടുവരാമെന്ന് കരുതി. ഏജ് ആവുമ്പോൾ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ചുളിവുകൾ, റിങ്കിൾസ് വരിക, കറുത്ത കളറിലുള്ള കുഞ്ഞു കുഞ്ഞു സ്പോട്സ് വരിക, അതേപോലെ സാഗി ആവുക, താടിയുടെ അവിടെയൊക്കെ സാഗി ആയി മാറുക. ഇതൊക്കെയാണ് ഏജ് ആവുമ്പോൾ സാധാരണയായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏജ് ആവുമ്പോൾ റിങ്കിൾസ് വരിക, സാഗി ആവുകയൊക്കെ ചെയ്യുന്നത് എന്നാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ സ്കിന്നിന് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ കൊളാജൻ പോലത്തെ ടിഷ്യൂസൊക്കെ അതിൻ്റെ എമൗണ്ടൊക്കെ ഏജ് ആവും തോറും സ്കിന്നിൽ കുറയുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്നത്. അത് സ്വാഭാവികമാണ്. പിന്നെ മുഖത്ത് റിങ്കിൾസ് ഉണ്ട്, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓക്കെയാണ്, കംഫർട്ടാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ മാറ്റണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, കുറച്ചും കൂടെ ഒന്ന് ചെറുപ്പമായിട്ട് തോന്നിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഗ്ലോയിങ് സ്കിന്ന് വേണം, അല്ലെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്തായാലും ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ദെൻ ഞാൻ സെർച്ച് ചെയ്തത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയൊരു പേരാണ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ എത്തിക്കഴിഞ്ഞാൽ സ്കിന്നിന് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടും. അപ്പോൾ ഞാൻ ഹൈലറോണിക് ആസിഡ് കണ്ടൻറ്റുള്ള സെറംസ് നോക്കി. ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരുപാട് സെറംസും മോയ്സ്ചറൈസിങ് ക്രീംസും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ താല്പര്യം അതനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഈ ഇടയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുക എന്നതിലുപരി അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങി യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും ഗൂഗിളും ChatGPT അങ്ങനെ എല്ലാ സെർച്ചിങ് സംഭവങ്ങളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ലോറിയൽ പാരീസിൻ്റെ ഹൈലറോണിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള ഒരു സെറം. ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം ഇതാണ്. ഞാനിത് നൈക്കയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തോ പിങ്ക് സെയിലോ അങ്ങനെ എന്തോ നടക്കുന്ന ഒരു ടൈമിൽ ഓഫറിൽ വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക്, ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബോട്ടിലാട്ടോ വരുന്നത്. ബോട്ടിലൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. ഫസ്റ്റ് ഒരു 1-2 ദിവസമൊക്കെ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. നമ്മുടെ സ്കിന്നിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഹൈലറോണിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ശരിക്കും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മുഖം വാഷ് ചെയ്ത് വരിക, മുഖത്തുള്ള ഈർപ്പം ചെറുതായൊന്ന് തുടച്ച് കളയുക, ചെറിയൊരു ഈർപ്പം മുഖത്ത് ഇരുന്നോട്ടെ, എന്നിട്ട് ഇതിങ്ങനെ ഡ്രോപ്പായി കൊടുക്കുക. ദെൻ നല്ലോണം മസാജ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇത്രത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ആ ഡോക്ടർ പറയുന്നുണ്ട് ഇത് രാവിലെ ഇപ്പം നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ ചെയ്യല്ലോ. ആദ്യം ഒരു സെറം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീന്, അങ്ങനെയൊക്കെ. അപ്പോൾ അന്നേരം നമുക്ക് സെറമായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചിലർ 2 മോർണിംഗും അതേപോലെ നൈറ്റും യൂസ് ചെയ്യുന്നവരുണ്ട്. എന്തായാലും എനിക്കിത് രാത്രി മാത്രം യൂസ് ചെയ്താലും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചുളിവുകളും ഒക്കെ ഒന്ന് റിങ്കിൾസൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും മനസ്സിനത്ര പ്രായമാവാത്തതുകൊണ്ട് മുഖത്തിൻ്റെ പ്രായം കുറച്ച് കൊണ്ടുവരാൻ എനിക്കിതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു 30 കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പ്രായമായാലും കുറച്ചൊന്ന് ചെറുപ്പമായി തോന്നണം, കുറച്ച് ഗ്ലോയിങ് സ്കിന്നൊക്കെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ്. ഒരിക്കലും പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. എനിക്കങ്ങനെ കൊളാപ്സ് ഒന്നും വരാനുള്ള ടൈം ആയിട്ടില്ല, ഭാവിയിൽ വരികയായിരിക്കും.
അപ്പോൾ ഇത് ഞാൻ സത്യമായിട്ടും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 529 രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഏകദേശം ആ ഒരു റേറ്റിന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചേ തോന്നുന്നുണ്ട് കേട്ടോ. 529 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് 1.5% ഹൈലറോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ വേറൊരു ഇതിലിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ സി വേണം, അപ്പോൾ വൈറ്റമിൻ സി കണ്ടന്റുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹൈലറോണിക് ആസിഡിൻ്റെ കണ്ടന്റാണ് എൻ്റെ സ്കിന്നിന് വേണ്ടത്, അപ്പോൾ ഹൈലറോണിക് ആസിഡ് ഉള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴും ആ ഒരു കണ്ടൻറ്റ് ഒരു 2% താഴേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്ന്. ഒരു 8% 9% ഒക്കെ ഉള്ളത് അത് നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് ഉണ്ടാക്കുക. അങ്ങനെ ഹൈ പെർസെൻറ്റേജ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2% താഴെ ഉള്ള ആ കണ്ടൻറ്റ് 2% താഴെയുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പിന്നെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് പ്രായം കുറയ്ക്കാം, മുഖത്ത് ചുളിവുകൾ മാറ്റാം, അങ്ങനെയൊക്കെയാണ്. അത് കരുതിയിട്ട് മുഖത്ത് ചുളിവുകൾ വരുന്നതോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് വരുന്നതോ അല്ലെങ്കിൽ മുഖം ഒന്ന് കുറച്ച് ഇരുണ്ട നിറമാവുന്നതോ ഒന്നും ഒരു വലിയ പ്രശ്നമല്ല കേട്ടോ. നമുക്കത് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പുറംമൂടി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മുഖത്തിൻ്റെ കളറോ ഷേപ്പോ ഒക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ഭംഗി വേണ്ടത് മുഖത്തിനല്ല, പുറംമൂടിക്കല്ല, മനസ്സിനാണ് ഭംഗി വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ മേക്കപ്പിനൊന്നും വലിയ കാര്യമില്ല കേട്ടോ. പിന്നെ സ്കിൻ കെയർ എന്നുള്ളത് അതൊരു മേക്കപ്പ് അല്ല. സ്കിൻ കെയറും മേക്കപ്പും ഡിഫറെൻ്റ് ആണ്, അറിയാലോ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അതൊരു സെൽഫ് ലവിൻ്റെ അല്ലെങ്കിൽ സെൽഫ് കെയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.